ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വർ. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ വാഴപ്പൂവും കൊണ്ട് ഒരു അടിപൊളി ബജ്ജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു വാഴക്കൂമ്പിൻ്റെ പൂവും കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു ബജ്ജി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു ബജ്ജി തയ്യാറാക്കാനായിട്ട് നമ്മൾ വാഴക്കൂമ്പ് എടുക്കുക. വാഴക്കൂമ്പിൻ്റെ ഈ ഒരു പൂക്കളുടെ ഭാഗമില്ലേ, ഇതുപോലത്തെ പൂക്കൾ നമുക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. ഇലകൾ ഇതുപോലെ വിടർത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു പൂക്കൾ കിട്ടുന്നത്. അപ്പോൾ ഈ പൂക്കൾ നമുക്ക് ആവശ്യാനുസരിച്ച് കുറച്ച് എടുക്കാം. ആദ്യ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, അതായത് ബ്ലാക്കിഷ് ഷെയ്ഡ് ആയിരിക്കും. അത് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തെടുക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണോളം ഉപ്പും ചേർത്തിച്ച് ഈ പൂക്കളെല്ലാം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗങ്ങളെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അത് നമുക്ക് ആവശ്യമൊന്നുമില്ല, അതിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ എല്ലാം മാറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതായത് നമ്മുടെ ഈ ആ ഉപ്പ് വെള്ളത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ കയ്പ്പ് രസം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ പൂക്കൾ വെള്ളത്തിലാക്കിയതിന് ശേഷം ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബൗളിലോട്ട് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ അരിപ്പൊടി ചേർക്കാം, ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നിങ്ങളുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് എരിവ് ചേർത്തോളൂ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം ലൈറ്റായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തു. 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരിച്ച് വെള്ളം ചേർത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമുക്ക് മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഇതൊരു ബാറ്ററായിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആവാൻ വേണ്ടിയിട്ട്. നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ല, ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഞാൻ വീണ്ടും കാണിക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസി തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിനി പൂക്കൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് പുറത്തോട്ടെടുക്കാം. അതിനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ വെള്ളം എല്ലാം വാർന്ന് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു കടായിലോട്ട് ഞാൻ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് നമ്മുടെ പൂക്കളൊന്ന് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ബാറ്ററിലോട്ട് ഞാൻ കുറേശ്ശെ ഈ പൂക്കൾ ആഡ് ചെയ്യുന്നുണ്ട്. പൂക്കൾ ഇതുപോലെ ഡിപ്പ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലിപ്പ് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതെല്ലാം ബാറ്ററിൽ നിന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഓരോന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത്, അതായത് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഓയിലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം. നോക്കിക്കോളൂ, ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു ടെക്സ്ചറും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, നല്ലൊരു ഗോൾഡൻ കളറായി വന്നില്ലേ, നല്ല ക്രിസ്പും ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം വീണ്ടും അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വാഴക്കൊമ്പിൻ്റെ പൂക്കളും കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഈ ഒരു ബജ്ജി ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ ഒപ്പം അല്ലെ 4 മണിയുടെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജ്ജിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ പൂക്കളൊന്നും നമ്മൾ തോരനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വെറൈറ്റി ബജ്ജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ കൂട്ടുകാരെ, റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.